മഹാത്ഭുതങ്ങളുടെയും വിജയങ്ങളുടെയും കഥ പറയുന്ന സൂറത്തുൽ ഫത്ഹ്. വിശുദ്ധ ഖുർആനിലെ 48ാമത്തെ സൂറത്ത്, 29 ആയത്തുകളുള്ള സൂറത്ത്. വിശുദ്ധ ഖുർആനിലെ ഈ സൂറത്ത് അത്ഭുതങ്ങളുടെയും രഹസ്യങ്ങളുടെയും വിജയങ്ങളുടെയും കലവറയാണ്. ആ സൂറത്തിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ സംസാരം. മുമ്പ് നാം സൂറത്തുൽ ഫത്ഹിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അതിന്റെ അമലുകൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും സൂറത്തുൽ ഫത്ഹുമായി ബന്ധപ്പെട്ട അമലുകൾ ചെയ്ത് അവരവരുടെ ആവശ്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നേടിയെടുത്തവരാണ്. ഇൻഷാ അല്ലാഹ് പുതിയതായി വന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ആ അമല് ഒന്നുകൂടെ പറയുകയാണ്. ചെയ്യാത്തവരൊക്കെ ഈ അമല് അവരവരുടെ പ്രയാസങ്ങൾ, നീറുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെച്ച് ചെയ്യാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള, എഫക്റ്റീവ് ആയിട്ടുള്ള ബിസ്മിയുടെ അമലിനെ കുറിച്ച് പറഞ്ഞതുപോലെ നിരവധി ആളുകൾക്ക് ഫലം ലഭിച്ച ഒരു അമലാണ് സൂറത്തുൽ ഫത്ഹിന്റെ അമല്. ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിച്ചാൽ, പൂർണ്ണമായും കണ്ടാൽ ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് ആ അമല് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ സൂറത്തുൽ ഫത്ഹിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സൂറത്തുൽ ഫത്ഹ്, മഹാന്മാരൊക്കെ സൂറത്തുൽ ഫത്ഹിന്റെ അമലുകൾ വ്യത്യസ്തമായ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫത്ഹ് നമ്മുടെ ഏതു കാര്യങ്ങളും വിജയിക്കാൻ വേണ്ടി ഓതാകുന്ന സൂറത്താണ്. ഏതു കാര്യവും എന്ത് നെയ്യത്ത് കരുതിയിട്ട് ഓതാം സൂറത്തുൽ ഫത്ഹ്. അപ്പൊ ഒരാൾക്കൊരു വീടുണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ ഒരു നിലക്കും അതിലൊരു ഇംപ്രൂവ്മെന്റ് ഇല്ല. വീടുണ്ടാവണമെന്ന് ആഗ്രഹിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ നിരാശയോടെ കഴിയുന്നവരാണ്. കാരണം വാടക വീട്ടിലാണ്. ആ വാടകയ്ക്കുള്ള 4000, 5000, 6000 പോലും കൊടുക്കാൻ ആവതില്ല. അതുപോലെ തന്നെ ഒരു സ്ഥലം ഒരു നിലക്കും കിട്ടാനുള്ള വഴിയില്ല, പിന്നല്ലേ വീടുണ്ടാക്കുന്നത്. അങ്ങനെ നിരാശയേറ്റ് കഴിയുന്നവരാണെങ്കിലും നമുക്ക് നമ്മുടെ സങ്കല്പനകൾക്കും അപ്പുറമാണ് ജഗന്നീയന്താവാകുന്ന റബ്ബുൽ ഇസ്സത്തിന്റെ തീരുമാനങ്ങളും അവന്റെ സങ്കല്പനകളൊക്കെ. അതുകൊണ്ട് അള്ളാഹുവിനെ മാറ്റി എഴുതാൻ സാധിക്കാത്തൊന്നുമില്ല. അപ്പൊ റബ്ബ് നൽകുമെന്ന പ്രതീക്ഷയിൽ ഒരു വീടുണ്ടാവാനുള്ള നിയത്തോടുകൂടെ ഈ പറയാൻ പോകുന്ന അമല് ചെയ്യാവുന്നതാണ്. പ്രവാസികളായ എത്രയോ സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. അവരുടെ ടിക്ടോക്കുകളിലൊക്കെ നമ്മുടെ വീഡിയോകൾ ഷെയർ ചെയ്യപ്പെട്ട എത്രയോ ആളുകൾ കാണുന്നുണ്ട്. ആ പ്രവാസികൾക്ക് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നല്ലൊരു ഫത്ഹ് ലഭിക്കാൻ സൂറത്തുൽ ഫത്ഹ് ധാരാളമാണ്. നല്ല റാഹത്തോടുകൂടെ ചെയ്യാം. വിസയുമായി ബന്ധപ്പെട്ട പ്രയാസം, അതേപോലെ തന്നെ ഒരുപാട് കമ്പനീസുകളിലെ CV കൊടുത്തു. ഡെയിലി 100-200 കമ്പനികളിലെ UAE-യിലും മറ്റൊക്കെ എല്ലാ ദിവസവും CVകള് അയച്ചെടുത്ത് ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ചെയ്യാവുന്ന ഒരു അമലാണ്. നല്ല കടമുള്ള ആളുകളെ കടം വിടാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ വൈവാഹിക ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ തീർന്നു കിട്ടാൻ, നമ്മുടെ മകളുടെ വിവാഹം ശരിയാകാൻ, ലഹരി ഉപയോഗിക്കുന്ന എത്രയോ മക്കളുണ്ട്. ആ മക്കളുടെ ലഹരി ഉപയോഗത്തിലെ ഒരു മാറ്റം വരാനും നല്ല സ്വഭാവത്തിലേക്ക് എത്താനും വേണ്ടിയിട്ട് എക്സാമിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്ര ആളുകളുണ്ട്. എക്സാമിനൊക്കെ നല്ല ഒരു അമലാണ് ഈ സൂറത്തുൽ ഫത്ഹിന്റെ അമല്. ഈ അമല് എക്സാം എഴുതുന്ന കുട്ടികളോടും PSCക്ക് ട്രൈ ചെയ്യുന്നവരോടൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട്. അപ്പൊ എക്സാം എഴുതുന്നവര്, ഗവൺമെന്റ് ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ, അവരോരോ PSCന്റെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോ അതിന് അപ്ലൈ ചെയ്ത് അതിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. നമ്മുടെ അടുക്കൽ തന്നെ പലരും വരാറുണ്ട്. അത്തരം ആളുകള് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏത് വിഷയങ്ങൾക്കും നമുക്ക് ഈ സൂറത്തുൽ ഫത്ഹ് എന്ന് പറഞ്ഞാല് അൽ ഫത്ഹ്, നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള സൂറത്ത്. എല്ലാ വിജയങ്ങളും ആ സൂറത്ത് ഓതുന്നത് കൊണ്ട് നേടിയെടുക്കാൻ പറ്റുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു ഗവൺമെന്റ് ജോബ് ലഭിക്കാനും, ദുസ്വഭാവികളായ ഭാര്യയുടെ, ഭർത്താവിന്റെ, ഉപ്പയുടെ, ഉമ്മയുടെ ഒക്കെ സ്വഭാവം മാറാന്, നല്ല സ്വഭാവം ഉണ്ടാകാന്, മദീന കാണാൻ കൊതിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് മദീനയിൽ എത്തണം എന്ന് കരുതുന്ന ആളുകളല്ലേ. അങ്ങനെ മദീനയിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ
എന്ത് നിയ്യത്ത് നമുക്ക് കരുതാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിയ്യത്തുകളൊക്കെ അല്ലാഹു പൂർത്തീകരിച്ചിട്ട് ഒരുപാട് ആളുകള് വ്യത്യസ്തങ്ങളായ നിയ്യത്തുകൾ പറഞ്ഞുകൊണ്ട് അമലുകൾ ചെയ്യുന്നവരാണ് നമുക്കറിയാം. എന്നോട് പല ആളുകൾ ഈ ഒരു വിഷയം, ഈ ഒരു അമല് നമ്മൾ വീഡിയോയില് ഈ അടുത്തേ പറയൽ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ ഇതിന്റെ മുമ്പ് തന്നെ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മെ വിളിക്കുന്ന ഒരുപാട് ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വളരെ പവിത്രമേറിയ നല്ല എഫക്റ്റ് ഉള്ള ഒരു അമലാണ് സൂറത്തുൽ ഫത്ഹിന്റെ അമല്. ഇൻഷാ അല്ലാഹ് പ്രവാസികളൊക്കെ നമ്മളെ ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ ജോബിനിറങ്ങുന്ന ആദ്യത്തെ ദിവസം നിങ്ങൾ ഇന്റർവ്യൂ പാസ്സായിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ഡേ, ആദ്യത്തെ ദിവസം നിങ്ങൾ ജോബിന് പോകാൻ വേണ്ടി നിൽക്കണം. എന്നാൽ ആ ദിവസം നിങ്ങൾ ഈ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്തു പോകണം. ഇന്ന് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ പള്ളിയിലാണെങ്കിലോ എവിടെയാണെങ്കിലും സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ സൂറത്തുൽ ഫത്ഹ് ഞാൻ ഈ പറയുന്ന രൂപത്തിൽ പാരായണം ചെയ്യണം. ഇൻഷാ അല്ലാഹ് നല്ല റാഹത്ത് ഉണ്ടാവും. നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, എത്രയോ ചെറുപ്പക്കാരായ പ്രവാസികൾ അത് ചെയ്യാറുണ്ട്. അല്ലാഹു അവരുടെ ജോലിയിൽ വലിയ ബർക്കത്ത് നൽകട്ടെ. അതേപോലെ തന്നെ ഈ കോടതിയുടെ വിധിയൊക്കെ ജാമ്യാപേക്ഷയൊക്കെ പരിഗണിക്കുന്ന ദിവസം ഉണ്ടോ? അങ്ങനെ നമ്മളോട് പല ആളുകളും വിളിക്കാറുണ്ട്. ഈ വലിയ വലിയ കേസുകളിൽ പെട്ട്, ചതികളിൽ പെട്ട്, കള്ളക്കേസുകളിലൊക്കെ പെട്ടിട്ട് പെട്ടുകിടക്കുന്ന പാവപ്പെട്ടവര്, അവരോടൊക്കെ നമ്മൾ പറയാറുള്ളത്, അവരുടെ കുടുംബങ്ങളൊക്കെ വിളിക്കും, ഉസ്താദ് ഇന്നാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. നമ്മൾ അവരോട് സൂറത്തുൽ ഫത്ഹിന്റെ ആ ഒരു പ്രത്യേക രൂപം, മോദേണ്ട രൂപം നമ്മൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ നമ്മൾ ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വളരെ പവിത്രമേറിയ ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. അത് സൂറത്തുൽ ഫത്ഹ്, ഫത്ഹിനുള്ള സൂറത്താണല്ലോ. അപ്പൊ അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഫത്ഹ് നൽകും. സൂറത്തുൽ ഫത്ഹിലെ അവസാനത്തെ ആയത്ത് നമുക്കറിയാം. അവസാനത്തെ ആയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് والذين معه أشداء على الكفار رحماء بينهم എന്ന് തുടങ്ങുന്ന ഇലാഖിരി, അതിന്റെ അവസാനം വരെയുള്ള ആയത്ത്. ആ ആയത്തിലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാണ് പറയുന്നത്. മാത്രമല്ല ആ ആയത്തിലെ അറബിക് ആൽഫബറ്റ്സിലെ അറബി അക്ഷരമാലയിലെ മുഴുവൻ അക്ഷരങ്ങളും ഇൻക്ലൂഡഡ് ആയ ഒരു ആയത്ത് കൂടെയാണ് സൂറത്തുൽ ഫത്ഹിലെ അവസാനത്തെ, ഞാനിപ്പോൾ അതിന്റെ തുടക്ക ഭാഗം ഓതിയ ആ ആയത്ത്. അതിൽ അറബി അക്ഷരമാലയിലെ മുഴുവൻ അക്ഷരങ്ങളും ഇൻക്ലൂഡഡ് ആണ്. അപ്പോ ആ ആയത്തിന് അങ്ങനെ ഒരു സവിശേഷതകളുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ് അതിൽ പറയുന്നത്. ആ ആയത്തിലെ മുഴുവൻ അറബി അക്ഷരമാലയിലെ മുഴുവൻ അക്ഷരങ്ങളും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ഫത്ഹ് അത് എഴുതിയിട്ട് അത് മായ്ച്ചു കുടിച്ചു കഴിഞ്ഞാല് അവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ പറയുന്ന വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഒരുപാട് അമലുകൾ സൂറത്തുൽ ഫത്ഹുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വീടിന്റെ ഒരു മുൻഭാഗത്ത് അത് എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലഭിക്കാവുന്ന വലിയ വലിയ നേട്ടങ്ങള്, അതേപോലെ തന്നെ സംസം വെള്ളം കൊണ്ട് അത് എഴുതിയിട്ട് അത് പ്രത്യേകം വായിച്ചു കുടിക്കുന്ന അമലുകള്, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി സൂറത്തുൽ ഫത്ഹ് കൊണ്ടുള്ള അമല് നമുക്ക് ചെയ്യാവുന്നതാണ്. കുടുംബ ജീവിതത്തിലുള്ള പ്രയാസങ്ങളിലൊക്കെ ഞെരുങ്ങി ജീവിക്കുന്നവര്, ഒരു ലീഖിലായവര്, അതില് ഒരു നിലക്കൊരു റാഹത്ത് കിട്ടാത്ത എത്രയോ ആളുകളുണ്ട് കുടുംബ ജീവിതത്തിൽ. വിവാഹം കഴിച്ചുപോയി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരുമിച്ച് ജീവിക്കുന്നവര്, ഒരു സന്തോഷം അവരുടെ കുടുംബത്തിലില്ല. അതേപോലെ തന്നെ മക്കളായി എന്നുള്ളത് കൊണ്ട് മക്കൾക്ക് വേണ്ടി മാത്രം ഞരകിച്ച് ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങള്, കോടതികളിലെ നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകള്, അവർക്കൊക്കെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്ന അമല്, ഈ പറഞ്ഞ അമലൊന്നുമില്ല. ഈ അമല് മഹാന്മാരൊക്കെ പറഞ്ഞു നല്ലൊരു അമല. ഈ അമലിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് 21 സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അമല് പറയാൻ പോവാണ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ അമല് കൃത്യമായി പറയുന്ന രൂപത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സൂറത്തുൽ ഫത്ഹ് 21 തവണ ഓതുകയാണ് ഈ അമല് എന്ന് പറയുന്നത്. അപ്പൊ 21 തവണ സൂറത്തുൽ ഫത്ഹ് എങ്ങനെ ഓതാ? 7 ദിവസം 3 സൂറത്തുൽ ഫത്ഹുകളെ കണ്ടിന്യൂ
കണ്ടിന്യൂസ്ലി തുടർച്ചയായിട്ട് ഓതുക. അപ്പോ അങ്ങനെ 7 ദിവസം ഓതാൻ പറ്റുന്ന ദിവസമാണ് തുടങ്ങാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പൊ നമുക്ക് തിരക്കുണ്ട്, അങ്ങനെ തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ആ തിരക്ക് കഴിഞ്ഞ് നമ്മളൊരു യാത്ര പോകുന്നുണ്ട് 3 ദിവസം കഴിഞ്ഞാൽ, എന്നാ പിന്നെ 7 ദിവസം തുടർച്ചയായിട്ട് നമുക്ക് കിട്ടൂല, യാത്രക്കിടയിൽ പ്രയാസമായിരിക്കും. അപ്പൊ യാത്ര കഴിഞ്ഞു വന്ന് ഒരു 7 ദിവസം തുടർച്ചയായി കിട്ടുന്ന ആ ഒരു ദിവസം സെലക്ട് ചെയ്യാം. ഫസ്റ്റ് അതാ ചെയ്യേണ്ടത്. അങ്ങനെ ആ ഒരു ദിവസം സെലക്ട് ചെയ്തിട്ട് ഇനിയുള്ള 7 ദിവസം എനിക്ക് പ്രയാസങ്ങളോ തടസ്സങ്ങളോ ഒന്നും ഉണ്ടാവില്ല, എനിക്ക് ഓതാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ട് ആ ദിവസത്തിൽ തുടങ്ങുക. അപ്പൊ 7 ദിവസം തുടർച്ചയായിട്ട് 3 സൂറത്തുൽ ഫത്ഹ് ഓതുമ്പോ 7 × 3 = 21. അപ്പൊ 21 ദിവസം 7 × 3 21 അപ്പൊ 21 സൂറത്തുൽ ഫത്ഹ് ആയി. അങ്ങനെ ഓരോ ദിവസവും ഓതി കഴിഞ്ഞിട്ട് യാ ഫത്താഹു യാ അല്ലാഹ് എന്നത് 489 പ്രാവശ്യം വിളിക്കുക. യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്. കുറഞ്ഞ സമയമുള്ളത് വിളിക്കേണ്ട ആവശ്യം, കുറഞ്ഞ സമയം ആവശ്യം ഉണ്ടാവുള്ളൂ, ചെറിയ ദിക്റല്ലേ. അത് കൃത്യമായ എണ്ണത്തിൽ 489 തവണ വിളിക്കാം. അതിനുശേഷം റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ആ വിഷയം പറയാം. അല്ലാഹുവേ, ഞാൻ ഈ അമല് ചെയ്യുന്നത് എന്റെ പ്രിയപ്പെട്ട മകന്റെ ജോലിയിൽ നല്ലൊരു ഫത്ഹ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ ആയി അവന് പ്രവാസിയായിട്ട്, അല്ലാഹുവേ അവന് നല്ലൊരു ജോലി കൊടുക്കണേ എന്ന് പറയാം. ഇത്രേ ഉള്ളൂ. ഇതൊരു ഉദാഹരണം പറഞ്ഞതിന്റെ ആവശ്യം. അത് ഏതാണോ മകളുടെ വിവാഹം ശരിയാവാനാണെങ്കിൽ അങ്ങനെ, സ്ഥലം വിറ്റുപോകാനാണെങ്കിൽ അങ്ങനെ. ഇത് വിശുദ്ധ ഖുർആനോടുള്ള അമലാണ്. നല്ല ഫലത്തിനുണ്ടാവും ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ 7 ദിവസം തുടർച്ചയായി ചെയ്താൽ, മുത്തവാലിയായി തുടരെയുള്ള 7 ദിവസങ്ങളിൽ ഇങ്ങനെ ചൊല്ലിയാൽ, മഹാന്മാർ പറയുന്നു വൈദാ തമ്മത്ത് സബ്അതു അയ്യാമിൻ ഖുളിയത ഹാജതുഹു ബിഫദ്ലില്ലാഹി തആല വകറമിഹി. ഇങ്ങനെ 7 ദിവസം തുടർച്ചയായി ചെയ്താൽ അവൻ ഏത് ഉദ്ദേശം കരുതിയാണോ അത് ചെയ്തിട്ടുള്ളത്, ആ ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കും എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തുടർച്ചയായി ചെയ്താൽ അതിന് നല്ല ഫലമുണ്ടാകും. വിശ്വാസത്തോടുകൂടെ ചെയ്യുക. പക്ഷെ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇത് ചെയ്യുമ്പോ അത് ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ ഉടനെയായാൽ അതിന് നല്ല കൂടുതൽ മോർ എഫക്റ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ സുബ്ഹ് നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ മഗ്രിബ് നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ ളുഹർ നിസ്കാരത്തിന് ശേഷം ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ ശേഷമായിരിക്കും. നിസ്കാരത്തിന്റെ ശേഷമായിരിക്കുമ്പോൾ തന്നെ അതേ ഇരുത്തത്തിലിരുന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നിസ്കാരത്തിന്റെ ശേഷം തന്നെ അതേ ഇരുത്തത്തിൽ, അതങ്ങനെ തന്നെ ഹദീസുകളിൽ കാണാം. നമ്മള് നിസ്കാരം കഴിഞ്ഞ് കാലുകൾ ചലിപ്പിക്കാതെ അതേ ഇരുത്തത്തിൽ അങ്ങനെ ഇരിക്കുന്ന ആ സമയത്തുള്ള മഹത്വത്തിനെ കുറിച്ച് ഹദീസുകളിൽ പറഞ്ഞതായിട്ട് കാണാം. അവർക്ക് വേണ്ടി മലക്കുകളെ പൊറുക്കലിന് ചോദിക്കും, അവരെ കുറിച്ച് വലിയ സന്തോഷ വാർത്ത അറിയിക്കും. അപ്പൊ അത്രയും മഹത്വമുള്ളൊരു ടൈം കൂടെയാണ്. അപ്പൊ അത് കൂടുതൽ എഫക്റ്റീവ് ആവും. അപ്പൊ ഏതെങ്കിലും നിസ്കാരത്തിന് ശേഷമായിരിക്കാൻ മനുഷ്യൻ ആകെ 29 ആയത്ത് സൂറത്തുൽ ഫത്ഹിലുള്ളൂ. അതേപോലെ തന്നെ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മള് ഈ അമല് ചെയ്യുന്ന സമയത്ത് അജ്നബിയായ സംസാരങ്ങളിൽ നിന്നും മാറി നിൽക്കുക. അന്യ സംസാരങ്ങളൊന്നും സംസാരിക്കാതിരിക്കുക. അന്യ സംസാരങ്ങൾ എന്ന് പറഞ്ഞാല് ഈ ഇതുമായി ബന്ധപ്പെടാത്ത വിഷയങ്ങളൊക്കെ ഓതുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് നമുക്ക് തുമ്മൽ വന്നു എന്ന് തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, അത് അന്യ സംസാരമല്ല അല്ലെ. ഒരാള് നമ്മളോട് ചിലപ്പോ സലാം പറഞ്ഞു, അപ്പൊ നമ്മൾ സലാം അടക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇത്തരം ഉഖ്റവിയായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാത്ത സംസാരങ്ങള്, അത്യാവശ്യങ്ങളിലൊക്കെ ഇടപെടാം. നമ്മുടെ മക്കള് പെട്ടെന്ന് എന്തെങ്കിലും ശബ്ദം ഉണ്ടായി, അപ്പൊ ഞാനിത് ഓടാണ് പോകാതിരിക്കുക, അങ്ങനൊന്നുമില്ല. അത്യാവശ്യ വിഷയങ്ങൾക്കൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അത്യാവശ്യ കാര്യങ്ങളിൽ സംസാരിക്കാവുന്നതാണ്. പെട്ടെന്ന് നമ്മുടെ മോളോട് നമുക്ക് അർജന്റായിട്ട് എന്തെങ്കിലും പറയണം എന്ന് പറയുന്നതിനും തടസ്സമില്ല. ആവശ്യമില്ലാതെ ഈ ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കാതിരിക്കുക മക്കളോടാണെങ്കിലൊക്കെ. അപ്പൊ അതിന് ഏറ്റവും നല്ലത് ഒരു കാം ആൻഡ് കൂൾ, ഒരു നല്ലൊരു ടൈം തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. എങ്ങനെ കുട്ടികളൊക്കെ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ അപശബ്ദങ്ങളൊക്കെ ഇല്ലാത്ത സമയത്തോ നല്ലൊരു സമയം ചൂസ് ചെയ്ത്
ചെയ്തിട്ട് കുട്ടികളൊക്കെ ശല്യപ്പെടുത്താത്ത അലവസരപ്പെടുത്താത്തൊരു സമയം തെരഞ്ഞെടുത്താല് മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ എന്തായാലും നമ്മളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒരു സമയം കൂടെ തെരഞ്ഞെടുത്താല്, മക്കളില്ലാത്ത അവരെ കുറഞ്ഞുന്ന സമയമൊക്കെ തെരഞ്ഞെടുത്താല് ഇത് ആ ഒരു തർത്തീബിൽ തന്നെ, ആ ഒരു അദബിൽ തന്നെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ മനസ്സകങ്ങളില് നല്ല നീയത്ത് കരുതുക. നല്ല നീയത്ത് കരുതുക. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നീറുന്ന കെട്ടിക്കിടക്കുന്ന ഒരുപാട് വ്യതകള്, പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്, ഇതൊക്കെ റബ്ബിന്റെ മുമ്പില് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ മാസ്മരിക വചനങ്ങൾ അല്ലെ, ആ വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫത്ഹ്, അത്ഭുതങ്ങളുടെയും വിജയങ്ങളുടെയും കലവറ, അതിന്റെ ആ സൂറത്ത് ഓതിയിട്ട് നമ്മൾ റബ്ബിൽ നിന്ന് ചോദിച്ചെടുക്കണം. അപ്പൊ ആ ഹൃദയ സാന്നിധ്യത്തോടു കൂടെ തന്നെ ചെയ്യാം. ഇനി ഇത് ചെയ്യേണ്ട വേറൊരു രൂപവും കൂടെയുണ്ട്. 7 ദിവസം കഴിയാത്ത, നഷ്ടപ്പെടുത്താൻ കഴിയാത്ത, നഷ്ടപ്പെടുത്തലല്ലാതെ 7 ദിവസം ഇങ്ങനെ തുടർച്ചയായിരിക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു രൂപത്തിലും കൂടെ ചെയ്യാം. വെള്ളിയാഴ്ച ദിവസം സഹോദരിമാരാണെന്നുണ്ടെങ്കിൽ അവര് സുബ്ഹിന് ശേഷം 21 തവണ സൂറത്തുൽ ഫത്ഹ് ഓതുക. അപ്പൊ ഒരൊറ്റ ദിവസം കൊണ്ട് തീരും. അപ്പൊ ഈ 7 ദിവസം കൊണ്ട് ചെയ്യേണ്ട ഈ അമല് തന്നെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു തീർക്കാം. അതിന് തെരഞ്ഞെടുക്കേണ്ട ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം തെരഞ്ഞെടുത്തിട്ട് അത് സുബ്ഹ് നിസ്കാരത്തിന് ശേഷമാണ് സഹോദരിമാരെ, സ്ത്രീകൾ ചെയ്യേണ്ടത്. 21 തവണ സൂറത്തുൽ ഫത്ഹ് ഓതിയിട്ട് യാ ഫത്താഹ് യാ അല്ലാഹ് 459 തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് അവരുടെ ആവശ്യം പറയാം, പൂർത്തീകരിക്കപ്പെടും. അല്ലെങ്കിൽ സഹോദരന്മാരാണെങ്കിൽ, പുരുഷന്മാരാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ജുമുഅ നിസ്കാരത്തിന്റെ ശേഷം അതേ ഇരുത്തത്തിലിരുന്ന്, അധിക സമയം ആവൂലതിന്, വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ് അവിടെയുള്ള ദുആവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്ന് ഒരു 21 തവണ സൂറത്തുൽ ഫത്ഹ് നല്ല ഹൃദയ സാന്നിധ്യത്തോടുകൂടെ അതങ്ങ് ചൊല്ലിയിട്ട് പൂർത്തീകരിച്ചാല് നല്ല ഫലം ഉണ്ടാകും. അപ്പൊ സൂറത്തുൽ ഫത്ഹിന്റെ പവിത്രമേറിയ അമൽ ഇതാണ്. ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ചെയ്യാത്തവരൊക്കെ ചെയ്യാം. നല്ല നിയ്യത്തുകൾ വെച്ച് ചെയ്താൽ അതിന് നല്ല ഫലമുണ്ടാകും. അല്ലാഹു ആരെല്ലാം ഈ അമല് കൊണ്ട് അമല് ചെയ്യുന്നു അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് നിയ്യത്ത് കരുതിയാണോ ചെയ്യുന്നത് അല്ലാഹു ആ നിയ്യത്തുകളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ. വിഷമങ്ങളെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ദിവസം ഞാൻ പറഞ്ഞല്ലോ. പല ആളുകളും അതിന് എന്നാണ് എന്ന് ചോദിക്കുന്നു. പല ആളുകൾക്കും വിളിച്ചിട്ട് കിട്ടുന്നില്ല. വിളിച്ചിട്ട് കിട്ടാതിരിക്കുന്നവർക്ക് ബോധപൂർവം ഒന്നും ചെയ്യുന്നതില്ല. എല്ലാം ഇതിന്റെ ഇടയിൽ ഈ തിരക്കുകളിൽ പെട്ടിട്ട് നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പറയുന്നത് മെസ്സേജ് അയച്ച് ചോദിക്കുക എന്നുള്ളതാണ്. അതാവുമ്പോ നമുക്ക് യാത്രകൾക്കിടയിലും നമുക്ക് ഒഴിവ് കിട്ടുന്ന 2 മിനിറ്റും 3 മിനിറ്റൊക്കെ ഒഴിവ് കിട്ടുമ്പോൾ ആ സമയത്ത് നമുക്ക് പെട്ടെന്നൊക്കെ നോക്കാൻ പറ്റുന്നത് മെസ്സേജുകളാണ്. അപ്പൊ വോയിസ് മെസ്സേജ് അയക്കരുത്. വോയിസ് മെസ്സേജ് നമുക്ക് പബ്ലിക്കിനിടയിലൊന്നും കേൾക്കാനൊന്നും പറ്റൂല. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ അത് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അയക്കണം. പക്ഷെ അത് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലും അയക്കാം, അതിന് പ്രയാസമില്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അയക്കാം, ഏത് ലാംഗ്വേജിലും എഴുതി അയക്കാം, അതിനൊന്നും പ്രശ്നമില്ല. വോയിസ് ആകുമ്പോൾ നമുക്ക് അത് എടുത്ത് പ്ലേ ചെയ്ത് നോക്കി അത് കേട്ടാൽ മാത്രമേ വിഷയം തിരിയുള്ളൂ. നേരെ മറിച്ച് ടെക്സ്റ്റ് മെസ്സേജ് ആണെങ്കിൽ ജസ്റ്റ് ഫോൺ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ടെക്സ്റ്റ് മെസ്സേജ് മാത്രം അയക്കുക. അതും വളരെ ചുരുങ്ങിയ രൂപത്തിൽ എഴുതി പ്രധാനപ്പെട്ട കണ്ടന്റ് മാത്രം എഴുതി അയക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് കൂടുതൽ അതിന്റെ വിവരങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കുമ്പോൾ മാത്രം പറയാം. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന് പരിഹാരങ്ങൾ നൽകാൻ സാധിക്കും. ബുക്കിങ്ങിനാണെങ്കിലും നിങ്ങൾ ഇൻസ്റ്റഗ്രാമിന്റെ ID ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ ഇൻസ്റ്റഗ്രാമിന്റെ ID നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ കിട്ടും.
അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ഒരുപാട് മെസ്സേജുകളുണ്ട്, അതുകൊണ്ട് നമുക്ക് നോക്കാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അത് അപ്പോൾ റീപ്ലൈ സമയത്തിനനുസരിച്ച് തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. നമ്മൾ ചെയ്യുന്ന അമലുകളിൽ അല്ലാഹു നല്ല അസർ നൽകട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് കാണിച്ചു മാറാത്ത രോഗങ്ങൾ, എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞു പരിഹരിക്കപ്പെടാത്ത മനസ്സുകളിൽ കെട്ടിക്കിടക്കുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, അതൊക്കെ ഈ അമൽ കൊണ്ട് നീങ്ങിക്കിട്ടണം. അള്ളാഹു എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും അമൽ ചെയ്തോളി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.